ചോദ്യം ഇതാണ്: രാഹുൽ ഗാന്ധി പിണറായി വിജയൻ വാക്പോര് അതിരുവിടുന്നുണ്ടോ? ഇന്ത്യ സഖ്യത്തിന്റെ വില കളയുന്ന തരത്തിലേക്ക് അത് നീങ്ങുന്നുണ്ടോ? പഴയ പേര് ഓർമ്മപ്പെടുത്തി പിണറായി വിജയൻ പരിഹസിക്കുന്നത് എന്തിനാണ്? പൊതുജനം പ്രതികരിക്കും. പിണറായിക്ക് മൈലേജ് കിട്ടുന്നതാണ് രാഹുൽ ഗാന്ധി ചെയ്തത്. രാഹുൽ ഗാന്ധി മിണ്ടാതിരിക്കുകയായിരുന്നെങ്കിൽ ഇപ്പോൾ കുറച്ച് LDF ക്ഷീണമായിട്ട് തോന്നുന്നുണ്ട്. കാരണം സംസ്ഥാന സർക്കാരിന് ഇതിൽ ജനരോഷക്കം മീഡിയകൾ ഉയർത്തിക്കൊണ്ടിരുമ്പോൾ ആ സമയത്താണ് പിണറായി വിജയനെ ജയിലടക്കണം, പിണറായി വിജയൻ്റെ മോളെ ചോദ്യം ചെയ്യണം, ED എന്താ കറക്റ്റ് നിലപാടെടുക്കുന്നത്, അത് രാഹുൽ ഗാന്ധിക്ക് ഒരു പിറകോട്ടുള്ള രാഷ്ട്രീയപരമായിട്ട് പിറകോട്ട് പോകുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. സഖാവ് പിണറായി വിജയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, അതൊരു അടിപൊളി മുഖ്യമന്ത്രി എന്ന് ഞങ്ങൾക്ക് പറയും. അപ്പോൾ ഞങ്ങൾക്ക് 10 കൊല്ലമായിട്ട് ഞങ്ങൾക്ക് നല്ലൊരു ഭരണം തന്നെയാണ് ഞങ്ങൾക്ക് കാഴ്ചവെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഞങ്ങളിപ്പോൾ കേരളത്തിൻ്റെ വികസനത്തിലായും ഹോസ്പിറ്റലുകളിലായാലും എല്ലാം നല്ല നല്ല വികസനമാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിനെപ്പറ്റി കുറ്റം പറയേണ്ട ആവശ്യം മറ്റുള്ള രാഷ്ട്രീയക്കാർക്ക് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അതിര് വിട്ടത് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് തന്നെയാണ് അതിര് വിട്ട് തുടങ്ങിയിരിക്കുന്നത്. കാരണം ഒരു ഇന്ത്യ മുന്നണിയിൽ ആലോചിക്കാതെ ഇവിടെ ഏതൊരു BJPക്കെതിരെ മത്സരിക്കാതെ കേരളത്തിൽ വന്ന് മത്സരിച്ച്, അതും ഇന്ത്യ മുന്നണിയുടെ ഒരു ശക്തയായ ഒരു നേതാവിൻ്റെ എതിരെയാണ് മത്സരിക്കുന്നത്. അപ്പോൾ തുടക്കം മുതൽ തന്നെ ചെയ്തിട്ടുള്ളത് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ് തന്നെയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പിണറായിനെ എതിർക്കണം എന്നുള്ളതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. പപ്പു അത് വിളിക്കാമല്ലോ. ഇപ്പോൾ പപ്പുമോൻ എന്നുള്ള പേര് വേറെ എന്തും പ്രശ്നമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. പപ്പുമോൻ വിളി കൊണ്ടൊന്നും ഒരാൾ മേലോട്ടെത്തുകയോ താഴ്ത്തപ്പെടുകയോ ചെയ്യുന്നില്ല. ഇല്ല, അങ്ങനെ വ്യക്തിപരമായിട്ട് അങ്ങനെ വിളിച്ച് ആക്ഷേപിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ അദ്ദേഹത്തിന് ചില ബിഹേവിയറൊക്കെ കാണുമ്പോൾ പല ആളുകളും അങ്ങനെ വിളിച്ചു പോകുന്നു എന്നുള്ളതാണ് ഒരു വാസ്തവം. അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും അധിക്ഷേപിക്കുന്നത് വളരെ മോശമല്ലേ? രണ്ടാളും രാഷ്ട്രീയക്കാരാണ്, ദേശീയ തലത്തിൽ വരെ പോകാൻ പറ്റുന്ന ആൾക്കാരാണ്. അല്ല, ഒരാൾ ദേശീയ തലത്തിലാണ് ഉള്ളത്. അപ്പോൾ അങ്ങനെ പറയുന്നത് തെറ്റല്ല, അതായത് നമുക്ക് യോജിപ്പില്ല, അങ്ങനെ പറയാൻ പാടില്ല. രാഹുൽ ഗാന്ധി പ്രധാനത്തർക്ക് അതിര് വിടുന്നുണ്ടോ എന്നുള്ളതല്ല. ഒരു ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞിട്ട് നമ്മൾ മുന്നണിയെ രൂപീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ മുന്നണിക്ക് വേണ്ട മാനവും മര്യാദയും കാക്കേണ്ടത് ആ മുന്നണിക്ക് നേതൃത്വം കൊടുക്കേണ്ടവരാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ രാഹുൽ ഗാന്ധി ശരിക്കും അവകാശപരമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പപ്പുമോ എന്നുള്ള വിളി ഇപ്പം ഒരിക്കലും പിണറായി വിജയൻ വിളിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അത് പണ്ടേ പുള്ളിക്കുള്ള ഒരു പേരാണ്. സത്യസന്ധമായ രീതിയിൽ കേരളത്തിലും കേന്ദ്രത്തിലും വരേണ്ട വ്യക്തിയാണ് രാഹുൽ ഗാന്ധി. അല്ലാതെ ഇവിടെ മത്സരിച്ചത് നല്ലൊരു ദേശീയ നേതാവാണ് അനിരാധ, അല്ലാതെ നമ്മൾ പറയില്ല. പക്ഷെ എന്നാന്ന് വെച്ചാൽ ഇവിടെ കൊണ്ടുവന്ന അദ്ദേഹത്തിൻ്റെ എതിരിട്ടിട്ട് ഇനി എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? പപ്പുമോൻ എന്നുള്ള വിളി ഒന്ന് രാഹുൽ ഗാന്ധിനെ വിളിച്ചത് വയനാട്ടിനെ വിളിച്ചതിന് തുല്യം. എന്താ വെച്ചാൽ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു നേതാവ് ഇനിയിപ്പോൾ എത്ര വർഷം കഴിഞ്ഞാലും വയനാട്ടുകാരെ പല വികസനം കൊണ്ടുവന്നൊരു വ്യക്തിയാണ്. ആര് വാക്ക് തർക്കം ഉണ്ടായാലും പാവപ്പെട്ട ജനങ്ങൾ ജീവിക്കുന്നത് അവരുടെ ജോലി ചെയ്തിട്ടല്ലേ. ഈ നേതാക്കന്മാരെല്ലാവരും ഒന്നിച്ച് തന്നെയാണ് എപ്പോഴും. അത് കോൺഗ്രസ് ആയാലും ഇടതുപക്ഷമായാലും BJP ആയാലും കൂട്ടുകെട്ടെല്ലാം ഒന്നാണ്. രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാഷ്ട്രത്തിന് വേണ്ടിയ ഒരാളാണ്. പക്ഷേ ആ പാരമ്പര്യമായിട്ട് നടന്നു പോകുന്ന ആളാണ്. ഒരാളെ ഇൻസൾട്ട് ചെയ്യേണ്ട ഒരു അവകാശം ഒരു വ്യക്തിക്കും ഇല്ല. അത് തീർച്ചയായിട്ടുള്ള ഒരു എനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് തോന്നിയത് തെറ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. പിണറായിനെയും രാഹുൽ ഗാന്ധിനെയും ഒന്നിച്ച് കൂട്ടിക്കൂടാ. പിണറായി വേറെ കേരളത്തിൻ്റെ ഒരു മുഖ്യമന്ത്രി എന്ന് മാത്രമേ ഉള്ളൂ. രാഹുൽ ഗാന്ധി അതല്ലല്ലോ.